വയസ്സായിട്ടും കയ്യിൽ ഒരു രൂപ പോലും സേവ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. പ്രായം 30-40 പക്ഷേ ഇതുവരെ എനിക്കൊന്നും സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികളുടെ പഠിത്തം, വീട്ടിലെ ഓരോ കാര്യങ്ങൾ, അതിനേക്കായിട്ട് എല്ലാ സാലറിയും തീർത്തു. ഇപ്പൊ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മൊത്തം പുകയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഇനിയും സമയം വൈകിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയി ഒരു റിസ്ക്കും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ കരിഷ്മ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോഴും സമയമൊന്നും വൈകിട്ടില്ല. ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ, അതായത് ഈ സമയത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്താൽ കറക്റ്റ് 30 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ 91 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ നോർമലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ്. ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ്, ട്രേഡിംഗ് എന്നിവ പോലുള്ളത്. ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നതാണ് SIP, FD, RD എന്നിവ. പക്ഷേ ഈ സമയത്ത് ഒരു ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കറക്റ്റായ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അവർ വളരെ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. 30-40 വയസ്സ് കഴിഞ്ഞ എല്ലാവരുടെ ടെൻഷനാണ്. അവർക്കൊരു പെൺകുട്ടി ഉണ്ടാവും. പെൺകുട്ടി ആൺകുട്ടി ആരും ആയിക്കോട്ടെ, അവരുടെ പഠനം, അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള പഠനം എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും എന്നതുകുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാവരുടെയും തല കറങ്ങുന്നുണ്ടാവും. അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും സാലറി കിട്ടുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ആ സാലറി മുഴുവൻ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കായി, അതായത് വീട്ടിലെ ഓരോ ആവശ്യങ്ങൾ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഏതെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ മേടിച്ചു കൊടുക്കും. നമ്മൾ പ്രതീക്ഷിക്കാതെ ഓരോ ചിലവ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാലറിയിൽ നിന്ന് ഒരു 10,000 റുപ്പീസ് നിങ്ങൾ മാറ്റിവെക്കൂ. ഈ 10,000 റുപ്പീസ് ആണ് ഗെയിം ചേഞ്ചർ. നിങ്ങളുടെ ജീവിതം തന്നെ മാറാൻ പോകുന്നത് ഈ 10,000 റുപ്പീസ് വെച്ചായിരിക്കും. ഈ 10,000 റുപ്പീസ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരു രവി എന്നൊരു ക്യാരക്ടർ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയാം. ആ രവി നിങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ ഞാനാവാം, ആരും തന്നെ ആവാം. രവിക്ക് ഒരു പെൺകുട്ടി ജനിക്കുന്നു. പുള്ളിക്കാരന് കുറെ സാലറി ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഓരോ മാസവും ആ പുള്ളിക്കാരന്റെ സാലറിയിൽ നിന്ന് ഒരു 10,000 എടുത്ത് മാറ്റി വെക്കുന്നു. ഈ 10,000 ഏത് രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മളുടെ പൈസ, അതായത് ഒരു 30 വർഷത്തിന് ശേഷം നമ്മളുടെ കയ്യിൽ 91 ലക്ഷം രൂപ കിട്ടുന്ന ഈ പ്ലാൻ എങ്ങനെയാണെന്നും, ഈ 10,000 വെച്ച് ഇത് എങ്ങനെ ഡബിൾ ട്രിപ്പിൾ ആക്കി 91 ലക്ഷം രൂപ നമ്മളുടെ കയ്യിൽ എത്തും എന്നതിന്റെ പ്ലാൻ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. നമ്മുടെ 10,000 രൂപയാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ 10,000 രൂപയിൽ നിന്ന് ഒരു 2,000 രൂപ ഞാൻ ആദ്യം എടുക്കുകയാണ്. ഈ 2,000 രൂപ ഞാൻ ആദ്യം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത് ടേം ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നമുക്ക് ഈ 2,000 രൂപ ഇടുമ്പോഴേക്കും നമുക്ക് ഒരു കോടിയെങ്കിലും നമുക്ക് ലഭിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും നമുക്ക് മികച്ച ഒരു ഇതാണ്. കാരണം നമുക്ക് എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 10,000ന്റെ ഫസ്റ്റ് 2,000 ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അടുത്ത 1000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സുകന്യ സമൃദ്ധി യോജനയിലാണ്. നമുക്കൊരു പെൺകുട്ടി വളർന്നു വരികയാണല്ലേ, അപ്പോൾ അവൾക്ക് വേണ്ടി എന്തെങ്കിലും സേവ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സ്ത്രീധനത്തിന്റെയും കല്യാണ ചെലവിന്, സ്ത്രീധനം ഇല്ലെങ്കിലും കല്യാണ ചെലവിന്റെ കണക്കൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു കല്യാണം നടത്തണമെങ്കിൽ ഏകദേശം ഒരു 10-20 ലക്ഷമെങ്കിലും കയ്യിലുണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യണം. അതും സിമ്പിൾ ആണ്. പക്ഷേ ജീവിക്കാൻ, പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി മാത്രമല്ല അവളുടെ പഠനത്തിന് വേണ്ടിയും നമുക്ക് ഈ പൈസ ഉപയോഗിക്കാം. ഈ 1000 രൂപ സുകന്യ സമൃദ്ധി യോജനയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇതിന്റെ ടെന്യൂർ വരുന്നത് 21 വർഷമാണ്. പക്ഷെ നമ്മൾ 21 വർഷവും കാശ് അടയ്ക്കണമെന്നില്ല. 15 വർഷം കാശ് അടച്ചതിന് ശേഷം 6 വർഷം ആ പൈസ അങ്ങനെ തന്നെ കിടക്കും. 21 വർഷത്തിന് ശേഷം നമുക്ക് ഒരു വലിയ എമൗണ്ട് ആയിട്ട് നമ്മളുടെ കയ്യിൽ തിരിച്ചു കിട്ടും. അപ്പോൾ ഇത് ഇത്തരത്തിലൊരു സേവിങ്സ് നമ്മുടെ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നത് വളരെ മികച്ചൊരു തീരുമാനമായിരിക്കും. അടുത്ത് ഈ 10,000ന്റെ 3,000 ഇപ്പോൾ കഴിഞ്ഞ് 2,000 രൂപ നമ്മൾ ഇൻഷുറൻസിന് വേണ്ടി അടച്ചിട്ടുണ്ട്. 1,000 രൂപ സുകന്യ സമൃദ്ധി യോജനയിലേക്ക് അടയ്ക്കുകയാണ്. ഇപ്പൊ നമ്മളുടെ 3,000 രൂപ, 1,000 രൂപ സുകന്യ സമൃദ്ധി യോജനയിലും 2,000 രൂപ ഇൻഷുറൻസിനുമായി നമ്മൾ ഇട്ടു. അടുത്തൊരു 5,000 രൂപ നമ്മൾ എടുക്കുകയാണ്. 5,000 രൂപ നമ്മൾ ഇടുന്നത് SIP-യിലാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റിൽ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റും ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. അതിൽ നമ്മൾ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നതാണ് SIP. SIP-യിലോട്ട് ഞാനൊരു 5,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഇയർലി മന്ത്ലി നമുക്ക് 15% റിട്ടേൺ ലഭിക്കുമെങ്കിലും അതൊരു കൂടുതൽ ഏറ്റവും കുറഞ്ഞത് ഒരു 12% റിട്ടേൺ എങ്കിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു വർഷം, ഒരു 10 വർഷം, 20 വർഷം, 30 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ SIP-യിൽ നിന്ന് നമുക്ക് നല്ലൊരു റിട്ടേൺ ലഭിക്കുന്നത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ 5,000 രൂപ SIP-യിലോട്ട് നിക്ഷേപിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 8,000 രൂപ നമ്മൾ പല രീതിയിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് 2,000 രൂപയാണ്. ഈ 2,000 രൂപയാണ് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട്. ഈ എമൗണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പറഞ്ഞു തരാം. ഞാൻ എൻ്റെ കയ്യിലുള്ള ബാക്കി 2,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എമർജൻസി ഫണ്ടിലേക്കാണ്.
എന്ത് ആവശ്യം വന്നാലും, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയോ എന്ത് വന്നാലും ആ 2000 രൂപ എടുക്കാനേ പാടില്ല. ഇത് എപ്പോഴും നിങ്ങളുടെ ഒരു സേവിങ്സ് ആയി, ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി മാറ്റി വെക്കുക. ഈ 2000 രൂപ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യം വരാം. പക്ഷേ ഈ സമയത്ത്, ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ ആ പൈസ എടുക്കാനേ പാടില്ല. അതൊരു നിങ്ങളുടെ അസറ്റായി നിങ്ങൾ അത് സൂക്ഷിച്ചു വെക്കുക. ഇപ്പോൾ നമ്മൾ പല അതായത് നമ്മൾ 10,000 നമ്മൾ ഇൻഷുറൻസ്, മോൾക്ക് വേണ്ടി സുകന്യ സമൃദ്ധി യോജന, അതുപോലെ തന്നെ SIP, എമർജൻസി ഫണ്ട്, അങ്ങനെ പല രീതിയിലായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 21 വർഷം കഴിയുകയാണ്. നമ്മളുടെ മോൾക്ക് ഏകദേശം അപ്പോൾ ഒരു പ്രായമായിട്ടുണ്ടാവും. അവളുടെ ആവശ്യത്തിന് വേണ്ടി ആ സമയത്ത് നമുക്ക് പൈസ അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ സുകന്യ സമൃദ്ധി യോജനയിൽ നമ്മൾ 2000 രൂപ വെച്ച് നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു 21 വർഷം കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് കിട്ടുന്നത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഏകദേശം 5 ലക്ഷത്തി സംതിങ് രൂപ നമുക്ക് 21 വർഷം കഴിയുമ്പോൾ ലഭിക്കുകയാണ്. വെറും 1000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഇത്രയും വർഷം 21 വർഷത്തിന് ശേഷം നമുക്ക് 5 ലക്ഷത്തി സംതിങ് രൂപയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ സമയത്ത് ഒന്നും ചെയ്യാതിരുന്നെങ്കിൽ മകളുടെ ആവശ്യ സമയത്ത് നിങ്ങൾ കടം എടുക്കേണ്ടി വന്നേനെ. നിങ്ങൾ ഒരു വലിയ പ്രാരാബ്ധമുള്ള ഒരു അച്ഛനായി മാറേണ്ടി വന്നേനെ, അച്ഛനോ അമ്മയോ ആരെങ്കിലുമായി മാറേണ്ടി വന്നേനെ. ആ സമയത്ത് നിങ്ങൾ തുച്ഛമായ ഒരു 1000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും വർഷത്തിന് ശേഷം 5 ലക്ഷത്തി സംതിങ് രൂപ നിങ്ങളുടെ കയ്യിൽ എത്തുകയാണ്. 10,000 നിന്ന് 1000 രൂപ സുകന്യ സമൃദ്ധി യോജനയിൽ നമ്മൾ നിക്ഷേപിച്ച് 5,50,000 സംതിങ് നമുക്ക് ലഭിച്ചു. എമർജൻസി ഫണ്ടിൽ നമ്മൾ 2000 രൂപ വെച്ച് നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 21 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? 6,66,456 രൂപയായിട്ടാണ് 21 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത്. ഈ 1000 രൂപ 2000 രൂപ തന്നെ ഇത്ര വലിയ ലക്ഷങ്ങളായാണ് നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതായത് സുകന്യ സമൃദ്ധി യോജനയിൽ നിക്ഷേപിച്ച 1000 രൂപ വെച്ച് നിക്ഷേപിച്ച് 21 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 5,54,000 സംതിങ്ങും, നമ്മളുടെ എമർജൻസി ഫണ്ടിൽ 2000 രൂപ വെച്ച് നിക്ഷേപിച്ചപ്പോൾ 21 വർഷം കഴിഞ്ഞാൽ നമുക്ക് 6 ലക്ഷത്തി സംതിങ് രൂപയും കിട്ടി. 5000 രൂപ വെച്ച് നമ്മൾ SIP-യിൽ നിക്ഷേപിച്ചിരുന്നു, അത് മറക്കണ്ട. അതൊരു 21 വർഷം കഴിയുമ്പോൾ എത്ര രൂപയായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത് നിങ്ങൾക്ക് അറിയുമോ? അത് ഏകദേശം 56,93,000 സംതിങ് രൂപയായാണ് 21 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. ഇതിനിടയ്ക്ക് നിങ്ങൾ ഒരു കാര്യം മറന്നിട്ടുണ്ടാവും. കാരണം സുകന്യ സമൃദ്ധി യോജനയിൽ നമ്മൾ 15 വർഷം 1000 രൂപ വെച്ച് കൊടുത്താൽ മതി. അത് 21 വർഷത്തെ ടൈം പീരീഡാണ്. ഈ 21നും 15നും ഇടയിൽ ഒരു 6 വർഷം നമ്മളുടെ കയ്യിൽ കിട്ടും. ആ സമയത്ത് നമ്മൾ 1000 രൂപ അടയ്ക്കേണ്ട. ഈ 15 വർഷം അടച്ച പൈസ വളർന്നാണ് 21 വയസ്സാകുമ്പോൾ കുട്ടിക്ക് ഏകദേശം 5,54,000 രൂപ കിട്ടുന്നത്. ഈ വർഷം അതായത് ഈ ടൈം പീരീഡ്, ഈ 15നും 21നും ഇടയ്ക്കുള്ള ഈ 6 വർഷത്തെ 1000 രൂപ ആ സമയം നമ്മൾ നിർത്തരുത്. ആ 1000 രൂപ എവിടെയെങ്കിലും RD-യിൽ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ 88,145. അപ്പോൾ ആ പൈസയും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ കിട്ടിയെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? എല്ലാം കൂടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സുകന്യ സമൃദ്ധി യോജനയിൽ നിന്നും, നമ്മളുടെ എമർജൻസി ഫണ്ടിൽ നിന്നും, അതുപോലെ തന്നെ SIP-യിൽ നിന്നും, പിന്നെ നമ്മൾ അല്ലാതെ RD-യിൽ നിക്ഷേപിച്ച ഇതിൽ നിന്നും എല്ലാം നിക്ഷേപിച്ച് ഈ ഒരു 21 വർഷത്തിനുള്ളിൽ നമ്മളുടെ കയ്യിൽ കിട്ടിയത് ഏകദേശം 70,02,178 രൂപയാണ് നമുക്ക് ഈ ടൈം പീരീഡിൽ സേവ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. വെറും 10,000 രൂപയാണ് നമ്മൾ മാസം സേവ് ചെയ്യാനായി മാറ്റി വെച്ചത്. ഈ ഒരു 21 വർഷത്തിനിടയിൽ നമുക്ക് ഏകദേശം 70,02,178 രൂപ സമ്പാദിക്കാൻ സാധിച്ചു. 35 വയസ്സിൽ ആരംഭിച്ചാൽ പോലും 56 വയസ്സാകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏകദേശം 70 ലക്ഷത്തോളം രൂപ സമ്പാദിക്കാൻ സാധിക്കും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 70 ലക്ഷത്തി സംതിങ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു രവിയുടെ കഥ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞായിരുന്നു. രവിയുടെ മകൾ ഇപ്പോൾ വളർന്നു. ആ 70 ലക്ഷത്തിൽ നിന്ന് ഒരു 20 ലക്ഷം മകളുടെ പഠിത്തത്തിനും വിവാഹത്തിനും വേണ്ടി മാറ്റിവെച്ചാലും 50 ലക്ഷം രൂപ 56-ാം വയസ്സിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഏകദേശം നമ്മളുടെ ഇവിടുത്തെ ഒരു കണക്കനുസരിച്ച് 60 വയസ്സാണ് ഒരു റിട്ടയർമെന്റ് ഏജ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ 4 വർഷത്തിൽ ഈ 50 ലക്ഷം രൂപ എന്ത് ചെയ്യാം? ഈ 50 ലക്ഷം ലംസമായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ 50 ലക്ഷം ലംസമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളോട് പറഞ്ഞു. ഈ 4 വർഷം കഴിയുമ്പോൾ ഈ 50 ലക്ഷം രൂപ എത്രയാണ് വളർന്നെന്ന് ഞാൻ പറയട്ടെ. ഏകദേശം 78,67,597 രൂപയായിട്ട് 4 വർഷത്തിൽ ഈ 50 ലക്ഷം രൂപ വളർന്നിട്ടുണ്ട്. ഒരു പണിയും ചെയ്യാതെ കാശ് തന്നെ നമുക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. നമ്മളുടെ പൈസ വെച്ച് തന്നെ നമ്മളുടെ പൈസേനെ പണിയെടുപ്പിച്ച് അതിനെ ഡബിൾ ആക്കുകയാണ്. അതായത് 50 ലക്ഷം രൂപ നിക്ഷേപിച്ച് വെറും 4 ലക്ഷത്തിൽ എന്റെ കയ്യിൽ ലഭിച്ചത് 78,67,597 രൂപയാണ്. 4 വർഷമായി SIP-ൽ ഞാൻ നിക്ഷേപിക്കുന്നുണ്ട്. ഇത് 4 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാകുമെന്ന് അറിയാമോ? 12,36,697 രൂപയായിട്ട് ഇതും വളരുന്നുണ്ട്. എന്റെ ലംസം ഡെപ്പോസിറ്റും 4 വർഷം SIP-ൽ നിക്ഷേപിച്ചതും എല്ലാം കൂടി ഏകദേശം അവിടെ എനിക്ക് 78 ലക്ഷത്തി സംതിങ് ലഭിക്കുകയും SIP-ൽ 4 വർഷം നിക്ഷേപിച്ച് ഏകദേശം 12 ലക്ഷത്തി സംതിങ് ലഭിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 60 വയസ്സാകുമ്പോൾ എന്റെ കയ്യിൽ എത്ര രൂപ ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ആ രവി അന്ന് 10,000 വെച്ച് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അയാൾ റിട്ടയർഡ് ആകുമ്പോൾ ഏകദേശം 60 വയസ്സാകുമ്പോൾ അയാളുടെ കയ്യിൽ ലഭിക്കുന്ന പൈസ 91,04,294 രൂപയാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സമയം
ഒട്ടും വൈകിട്ടില്ല. 30 വയസ്സായി 40 വയസ്സായി ഇനി എന്ത് ഇൻവെസ്റ്റ്മെന്റ്, ഇനി ഒന്നും ചെയ്യാൻ സാധ്യമേ ഇല്ല, പ്രായമായി എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കൂ. നിങ്ങളുടെ സാലറി എത്ര തന്നെ ആകട്ടെ, അതിൽ നിന്നും ഒരു 10,000 രൂപ മാറ്റി വെക്കൂ. എല്ലാ മാസവും നിക്ഷേപിക്കൂ. റിട്ടയർഡ് ആവുമ്പോൾ നിങ്ങൾക്ക് അലലില്ലാതെ ജീവിക്കാം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ ഓർത്ത് ടെൻഷനും അടിക്കേണ്ട. പൈസ തന്നെ നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചോളും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.